ഹലോ ഫ്രണ്ട്സ്, കേരള PSC ഇൻ ക്ലാസ് റൂമിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് MCQ ക്വസ്റ്റ്യൻസും അവയുടെ എക്സ്പ്ലനേഷൻസുമാണ്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. സമയം കളയേണ്ട, ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: If x of n is a finite duration sequence of length L, then the discrete Fourier transform x of k of x of n is given us. ഓപ്ഷൻസ് നോക്കുക. ഞാൻ ഓപ്ഷൻസ് പറഞ്ഞ് സമയം കളയുന്നില്ല. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. DFT ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം മെയിനായിട്ടും രണ്ട് രീതിയിലുണ്ട്: കണ്ടിന്യൂസ് ഫൊറിയർ ട്രാൻസ്ഫോമും അതേപോലെ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോമും. അപ്പം നമുക്ക് ആദ്യം കണ്ടിന്യൂസ് ഫൊറിയർ ട്രാൻസ്ഫോം നോക്കാം. ഇഫ് എക്സ് ഓഫ് എൻ ഈസ് എ ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ഓഫ് ലെങ്ത് എൽ, ദെൻ ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ ഈസ് ഗിവൺ അസ്. അന്നേരം ഒരു എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ആണ്. അതിൻ്റെ ലെങ്ത് എൽ ആണെങ്കിൽ അതിൻ്റെ സാധാ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ, എക്സ് ഓഫ് എന്നിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനാണ് എക്സ് ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈസ് ഈക്വൽ ടു 0 to L-1 എക്സ് ഓഫ് എൻ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എൻ എന്ന് പറയുന്നത്. ഇനി ഈ കണ്ടിന്യൂസ് ഫൊറിയർ ട്രാൻസ്ഫോമിനെ നമ്മൾ സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം. അന്നേരം ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം കിട്ടുന്നത് എന്തിനെ സാമ്പിൾ ചെയ്യുമ്പോഴാണ്? കണ്ടിന്യൂസ് ഫൊറിയർ ട്രാൻസ്ഫോമിനെ സാമ്പിൾ ചെയ്യുമ്പോഴാണ്. അന്നേരം നമുക്ക് ഇഫ് വി സാമ്പിൾ എക്സ് ഓഫ് ഒമേഗ അറ്റ് ഈക്വലി സ്പേസ്ഡ് ഫ്രീക്വൻസീസ്, ഒമേഗ ഈസ് ഈക്വൽ ടു 2πk/n എന്ന് വെച്ചാൽ ഈക്വലി സ്പേസ്ഡ് ഫ്രീക്വൻസിയായ ഒമേഗ ഈസ് ഈക്വൽ ടു 2πk/n എന്ന് പറയുന്ന ഫ്രീക്വൻസിയിൽ ഈ എക്സ് ഓഫ് ഒമേഗയെ നമ്മൾ സാമ്പിൾ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എന്താണ്? ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം. അതേപോലെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുക. എൻ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സാമ്പിൾസാണ്. എൻ എന്ന് പറയുന്നത് എപ്പോഴും ആ സീക്വൻസിൻ്റെ ലെങ്തിനെക്കാട്ടിയും കൂടിയിരിക്കണം. സീക്വൻസ് ലെങ്തിനെക്കാട്ടിയും എന്ത് കൂടിയിരിക്കണം? എൻ കൂടുതലായിരിക്കണം. അപ്പം നമുക്ക് കിട്ടുന്ന ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് കെയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എൻ ഈസ് ഈക്വൽ ടു 0 to N-1 എക്സ് ഓഫ് എൻ ഇ റൈസ് ടു മൈനസ് ജെ 2πNk/n. അപ്പോൾ എല്ലാവരും ഈ ഒരു DFTയുടെ ഇക്വേഷൻ കാണാതെ പഠിക്കുക. എക്സ് ഓഫ് കെ ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈസ് ഈക്വൽ ടു 0 to N-1 എക്സ് ഓഫ് എൻ ഇ റൈസ് ടു മൈനസ് ജെ 2πKn/n. ഇതിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സാമ്പിൾസ്, എൻ എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എൽ ആയിരിക്കണം. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് എക്സ് ഓഫ് കെ ഈസ് എ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ, ദെൻ ദ ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് കെ ഈസ്. നമ്മളിപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എക്സ് ഓഫ് എന്നിൻ്റെ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ് നോക്കിയത്. അത് വെച്ചിട്ടാണ് ചോദ്യം ചോദിച്ചത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം തന്നിരിക്കും, തിരിച്ച് ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന സീക്വൻസ് എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അന്നേരം അതിൻ്റെ ഇക്വേഷനും നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. ഇൻവേഴ്സ് DFTയുടെ ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഇൻവേഴ്സ് DFTയുടെ ഇക്വേഷനാണ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1/n സിഗ്മ k ഈസ് ഈക്വൽ ടു 0 to N-1 എക്സ് ഓഫ് കെ ഇ റൈസ് ടു ജെ 2πNk/n. മറ്റിടത്ത് ഇ റൈസ് ടു മൈനസ് ജെ ആണ്, ഇവിടെ ഇ റൈസ് ടു പ്ലസ് ജെ ആണ്. അതൊക്കെയാണ് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അന്നേരം ഇ റൈസ് ടു ജെ 2πNk/n. എന്താണ്? എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1/n സിഗ്മ k ഈസ് ഈക്വൽ ടു 0 to N-1 എക്സ് ഓഫ് കെ ഇ റൈസ് ടു ജെ 2πNk/n. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ഓഫ് ലെങ്ത് എൽ ഇസ് ഗിവൺ ആസ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 for 0 less than or equal to n less than or equal to L-1. പിന്നെയും എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 0 അതർവൈസ് എന്നാണ് കേട്ടോ. ഈസ് ഈക്വൽ ടു 0 അതർവൈസ് എന്ന് അവിടെ വന്നു. അത് ഇങ്ങനെയാണ്. എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഒരു ബ്രാക്കറ്റിൽ 1 for 0 less than or equal to n less than or equal to L-1 0 otherwise. Then what is the end point DFT of the sequence for n is equal to L? അപ്പം നമുക്ക് DFT കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. DFT എക്സ് ഓഫ് കെ ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈസ് ഈക്വൽ ടു 0 to N-1 എക്സ് ഓഫ് എൻ ഇ റൈസ് ടു മൈനസ് ജെ 2πNk/n എന്നുള്ള ഇക്വേഷൻ ആണെന്നറിയാം. ഇവിടെ
ഓരോ വാല്യൂ ഇട്ട് നോക്കണം. എന്ന് വെച്ചാൽ കെയ്ക്ക് എന്താണ് 0 ആദ്യം ഇട്ട് കൊടുക്കുക, കെയ്ക്ക് 1 ഇട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക, അപ് ടു L-1 വരെ പോകണം. അന്നേരം നമുക്ക് കെയ്ക്ക് 0 ഇടുമ്പോൾ മാത്രമാണ് ഇവിടെ വാല്യൂ അസിസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഓഫ് കെയ്ക്ക് ആ ഇക്വേഷനകത്ത് നമ്മൾ കെയ്ക്ക് 0 ഇടുമ്പോഴത്തേക്കും നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്ന ഈ രീതിയിൽ വരും. എക്സ് ഓഫ് കെ ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഈസ് ഈക്വൽ ടു 0 to n-1 e⁻ - j 2π(n)k/n. അവിടെ കെയ്ക്ക് 0 ഇടുമ്പോൾ തന്നെ e⁻0 എന്ന് വരും. e⁻0 എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് സിഗ്മ n ഈസ് ഈക്വൽ ടു 0 to n-1 1 എന്ന് വരും. അതിൻ്റെ സമ്മേഷൻ സിഗ്മ n ഈസ് ഈക്വൽ ടു 0 to n-1 1 എന്ന് പറയുന്നത് സമ്മേഷൻ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് n എന്ന് കിട്ടും. n l ആയതുകൊണ്ട് നമുക്ക് എസ് ഓഫ് കെ ഈസ് ഈക്വൽ ടു l എന്ന് നമുക്കിവിടെ എഴുതാം. ഇനി കെയ്ക്ക് ബാക്കിയുള്ള വാല്യൂസ് എല്ലാം ഇടുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സമ്മേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടും. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ nth റൂട്ട് ഓഫ് യൂണിറ്റി WN ഈസ് ഗിവൺ അസ്. WN എന്ന് പറയുന്നത് ട്വിഡിൽ ഫാക്ടർ എന്ന് പറയും കേട്ടോ. നമ്മൾ ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം പഠിക്കുന്ന സമയത്ത്, അതേപോലെ നമ്മൾ DFT കണ്ടുപിടിക്കുന്ന സമയത്തും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ട്വിഡിൽ ഫാക്ടർ. DFTയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ച പോലെയാണെങ്കിൽ അതിനകത്ത് ട്വിഡിൽ ഫാക്ടർ വന്നിട്ടുണ്ട്, ആ ഇക്വേഷനിൽ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം ഈ WN അല്ലെങ്കിൽ ട്വിഡിൽ ഫാക്ടറിൻ്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ട്വിഡിൽ ഫാക്ടർ എന്താണെന്ന് പറയാം. നമ്മൾ DFTയുടെ ഇക്വേഷൻ എക്സ് ഓഫ് കെ ഈസ് ഈക്വൽ ടു സിഗ്മ n ഈസ് ഈക്വൽ ടു 0 to n-1 എക്സ് ഓഫ് n e⁻j 2π(n)k/n എന്നല്ലേ നമ്മൾ പഠിച്ചത്. അതിനകത്ത് ആ e⁻j 2π(n)k മാത്രം, ആ NK മാത്രം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേമിനെയാണ് നമ്മൾ ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് e⁻j 2π/n. ഓക്കെ, ആ ഇക്വേഷനിൽ e⁻j 2π/n സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന് പകരം നമ്മൾ WN എന്ന് കൊടുത്തിരിക്കുന്നു, ബാക്കിയുള്ളത് KN (kn). അന്നേരം ട്വിഡിൽ ഫാക്ടർ WN എന്ന് പറയുന്നത് e⁻j 2π/n. ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കുക. ട്വിഡിൽ ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് e⁻j 2π/n. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷൻസ് റിക്വയേഴ്സ് ടു കമ്പ്യൂട്ട് ആൻ എൻ പോയിൻറ്റ് DFT. അന്നേരം ഒരു എൻ പോയിൻറ്റ് DFT കണ്ടുപിടിക്കുന്ന സമയത്ത് എത്രമാത്രം കമ്പ്യൂട്ടേഷൻസ് വരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം പല MCQയിലും പല കേരള PSC ക്വസ്റ്റ്യനിലും DFT ആയിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അന്നേരം നമ്മൾ എൻ പോയിൻറ്റ് DFT കണ്ടുപിടിക്കുന്ന സമയത്ത് എത്രമാത്രം കമ്പ്യൂട്ടേഷൻസ് നടക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ DFTയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് കെ ഈസ് ഈക്വൽ ടു സിഗ്മ n ഈസ് ഈക്വൽ ടു 0 to n-1 എക്സ് ഓഫ് n e⁻j 2π(kn)/n എന്നുള്ളതാണ്. അന്നേരം ഇതിനകത്ത് നിങ്ങൾക്കറിയാം സമ്മേഷനും നടക്കുന്നുണ്ട്, കൂടാതെ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനും നടക്കുന്നുണ്ട്. അന്നേരം ഇതിനകത്ത് എത്രമാത്രം സമ്മേഷൻ ഓപ്പറേഷൻ നടക്കുന്നു, എത്രമാത്രം കോംപ്ലക്സ് അഡിഷൻ നടക്കുന്നുണ്ട്, എത്രമാത്രം കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ വേണം. അന്നേരം ഈ നമ്മൾ ഒരു DFT കണ്ടുപിടിക്കുന്ന സമയത്ത്, ഒരു എൻ പോയിൻറ്റ് DFT കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് n² കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷനും n×n-1 കോംപ്ലക്സ് അഡിഷനുമാണ് നടക്കുന്നത്. അത് കാണാതെ പഠിച്ചു വെച്ചേക്കുക. എത്രയാണ്? n² കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷനും n×n-1 കോംപ്ലക്സ് അഡിഷനും ആണ് ഒരു എൻ പോയിൻറ്റ് DFT കണ്ടുപിടിക്കുമ്പോൾ നടക്കുന്നത്. ഈ കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെയും കോംപ്ലക്സ് അഡിഷൻ്റെയും എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം അല്ലെങ്കിൽ FFT യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ കേസിൽ ഇത് പഠിച്ചു വെച്ചേക്കുക. എൻ പോയിൻറ്റ് DFT കണ്ടുപിടിക്കുമ്പോൾ n² കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷനും n×n-1 കോംപ്ലക്സ് അഡിഷനും നടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി DFT ഓഫ് 4 പോയിൻറ്റ് സീക്വൻസ് എക്സ് ഓഫ് n ഈസ് ഈക്വൽ ടു 0 1 2 3? ഇത് നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ കൺവെൻഷണൽ DFT കണ്ടുപിടിക്കാനാണ്, ഒരു 4 പോയിൻറ്റ് DFT കണ്ടുപിടിക്കാനാണ് ചോദ്യം. അത് ഒന്നെങ്കിൽ നമ്മുടെ കൺവെൻഷണൽ ഇക്വേഷൻ ആയിട്ടുള്ള എക്സ് ഓഫ് കെ ഈസ് ഈക്വൽ ടു സിഗ്മ n ഈസ് ഈക്വൽ ടു 0 to n-1 എക്സ് ഓഫ് n e⁻j 2π(n)k/n എന്ന് പറയുന്ന നമ്മുടെ സാധാ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് നമുക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാം. സാധാരണയായിട്ട് 4 പോയിൻറ്റ് DFT വരെ ചോദിക്കും, 8 പോയിൻ്റ് ഒന്നും
ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനൊന്നും ചോദിക്കാറില്ല. കേരള PSC 4 DFT വരെയുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് 4 DFT കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മെട്രിക്സ് 4 DFTക്ക് വേണ്ടിയിട്ടുള്ള ഒരു W4ൻ്റെ മെട്രിക്സ് കാണാതെ പഠിക്കണം. ട്യൂഡിൽ ഫാക്ടറിൻ്റെ ആ ഒരു മെട്രിക്സ് കാണാതെ പഠിച്ചു വെച്ചേക്കുക. ആ മെട്രിക്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. 1 1 1 1 1 മൈനസ് ജെ മൈനസ് 1 ജെ 1 മൈനസ് 1 1 മൈനസ് 1 1 ജെ മൈനസ് 1 മൈനസ് ജെ. ഈ ഒരു മെട്രിക്സ് നമ്മൾ കാണാതെ പഠിക്കണം. ഏതാണ് ഈ ഒരു മെട്രിക്സ്? ഒന്നുകൂടെ അത് നോക്കി നിങ്ങൾ മനഃപ്പാഠമാക്കി വെച്ചേക്കുക. പഠിക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ ഫസ്റ്റ് റോ എല്ലാം 1, അതേപോലെ ഫസ്റ്റ് കോളം എല്ലാം 1 ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. അതങ്ങ് എഴുതിയതിന് ശേഷം ബാക്കി മൈനസ് ജെ മൈനസ് 1 ജെ മൈനസ് 1 1 മൈനസ് 1 പിന്നെ മേളിൽ എഴുതിയതിൻ്റെ തൊട്ട് റിവേഴ്സായിട്ട്, റിവേഴ്സ് എന്നല്ല ആ നടുക്കത്തെ വരും. അത് ആ രീതിയിൽ ആ മെട്രിക്സ് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത് ചെയ്യേണ്ട ഇത്രയുമേ ഉള്ളൂ. DFT കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന x(n) എന്ന് പറയുന്ന ആ വാല്യൂവിനെ, ആ സീക്വൻസിനെ, ഇൻപുട്ട് സീക്വൻസിനെ ഒരു റോ മെട്രിക്സ് ആയിട്ട് എഴുതുക. എന്നിട്ട് ആ മെട്രിക്സിനെ കൊണ്ട് നമ്മുടെ ഈ ട്യൂഡിൽ ഫാക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് ദ DFT. ഞാനൊന്നുകൂടെ പറയാം. തന്നിരിക്കുന്ന നമ്മുടെ സീക്വൻസ് തന്നിരിക്കുന്നത് 0 1 2 3 ആണെന്ന് തോന്നുന്നു. ആ 0 1 2 3 നമ്മൾ എന്തായിട്ട് എഴുതുക? റോ മെട്രിക്സ് ആയിട്ട് എഴുതുക. 0 1 2 3. എന്നിട്ട് അതിനെ കൊണ്ട് നമ്മൾ ഏതിനെ മൾട്ടിപ്ലൈ ചെയ്യുക? ഈ മെട്രിക്സിനെ W4നെ മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം നമുക്ക് ഇങ്ങനെ എഴുതാം, W4 ഇൻറ്റു x4 എന്ന് പറയുന്ന ആ 4 സീക്വൻസ്, ഇൻപുട്ട് സീക്വൻസ്, അതിനെ W4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് എന്താണ്? ദ DFT നമുക്ക് കിട്ടും. അന്നേരം ഇവിടെ DFT നമുക്ക് ആ മൾട്ടിപ്ലൈ ചെയ്ത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. 6 മൈനസ് 2 പ്ലസ് 2j മൈനസ് 2 മൈനസ് 2 മൈനസ് 2j എന്നുള്ള DFT നമുക്ക് കിട്ടും. ഇത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, W4 raised to 100 is equal to WX raised to 200. Then what is the value of X? അപ്പോൾ നമുക്ക് ഇതിനകത്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ന് വെച്ചാൽ 100 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ എക്സ് ആയിരിക്കും. എങ്ങനെയാണ് ഇതെന്ന്? 100 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ എക്സ് ആയിരിക്കും. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 8. അപ്പം W4 റേസ് ടു 100 എന്ന് പറയുന്നത് W8 റേസ് ടു 200ന് ഈക്വലൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എക്സ് ഓഫ് കെ is the n-point DFT of the sequence whose Fourier series coefficient is given by CK, then which of the following is true? അന്നേരം എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് എന്താണ്? ഒരു സീക്വൻസിൻ്റെ എന്താണ്? DFT ആണ്, n-point DFT ആണ്. അതിൻ്റെ ഫൊറിയർ സീരീസ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് CK ആണെങ്കിൽ ഇതിൽ ഏതാണ് ശരി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫൊറിയർ സീരീസ് കോയിഫിഷ്യൻറ്റിനുള്ള ഇക്വേഷനാണ് CK ഈസ് ഈക്വൽ ടു 1/n സിഗ്മ n ഈസ് ഈക്വൽ ടു 0 to n-1 എക്സ് ഓഫ് n e റേസ് ടു -j 2πnk ഡിവൈഡഡ് ബൈ n. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1/n ഇൻറ്റു ബാക്കിയുള്ള ടൈം നമുക്ക് സിഗ്മ n ഈസ് ഈക്വൽ ടു 0 to n-1 എക്സ് ഓഫ് n e റേസ് ടു -j 2πnk ബൈ n എന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷൻ ആയിരുന്നു? ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ ആയിരുന്നു. അന്നേരം നമുക്ക് CK ഈസ് ഈക്വൽ ടു 1/n xk എന്ന് എഴുതാം, അല്ലെങ്കിൽ xk ഈസ് ഈക്വൽ ടു n ഇൻറ്റു CK എന്ന് എഴുതാം. ഓപ്ഷനിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് നോക്കാമല്ലോ. അന്നേരം ഓപ്ഷൻ എ എന്ന് പറയുന്നത് xk ഈസ് ഈക്വൽ ടു n CK ആണ്, വിച്ച് ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സുമായി കാണാം. ബൈ.